ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റമലാനൊക്കെ തുടങ്ങിയതിനേക്കാളും വേഗത്തിൽ ഇത് അവസാനിക്കാനും പോവുകയാണ്. അടുത്ത റമലാൻ വരവേൽക്കാനും നോമ്പ് നോൽക്കാനൊക്കെ നമ്മളിൽ ആരൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ല എന്നൊന്നും നമുക്കറിയില്ല. പഠിച്ചവൻ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ. എനിവേ, നമ്മളിപ്പം പോകുന്നത് നമ്മുടെ പെരുന്നാളൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ അതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. സോ നമ്മൾ ആദ്യം തന്നെ പോയത് റേഷൻ കടയിലോട്ടാണ്. അതായത് ഈ മാസത്തെ റേഷനൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ദെൻ നമ്മൾ നേരെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാവേലി സ്റ്റോർ വരുന്നത്. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ടുണ്ട്. പെരുന്നാൾക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാകും, അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. അങ്ങനത്തെ പലചരക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മളിതാ നേരെ തറവാട്ടിലോട്ടാണ് പോണത്. പെരുന്നാൾ കോടിയൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി, ബട്ട് ഇതുവരെ ആരെയും കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം, അതായത് ഉമ്മാക്കും ഇളച്ചിക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം തറവാട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ തന്നെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ അടിക്കാൻ കൊടുക്കണത്. അപ്പോൾ അങ്ങോട്ടും കൂടെ പോകാനുണ്ട്, അതൊക്കെ അവിടെ ഏൽപ്പിക്കണം. അപ്പോൾ ഐബുട്ടൻ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോണത്. ഇവിടെ വന്നാൽ പിന്നെ ഐബുട്ടൻ ഇതാ അമ്മമ്മാൻ്റെ റൂമിലുണ്ടാവും ഈ ഒരു ബിസ്ക്കറ്റും കുപ്പി. അത് പോകോളം ഓൻ്റെ കയ്യിൽ തന്നെ ഇക്കാരം ബിസ്ക്കറ്റ്, റോബസ്റ്റ്, ആ വക സംഭവങ്ങളൊക്കെ കഴിക്കുക, കുത്തിമറിയുക, ഇതൊക്കെയാണ് ഓൻ്റെ പരിപാടി കേട്ടോ. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി ഐബുട്ടനൊക്കെ ഒന്ന് ഓക്കെ ആക്കിയതിന് ശേഷം നമ്മുടെ നോമ്പറക്കുമ്പോഴേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. രാവിലെ ഫ്രീസറിൽ ഐസും വെള്ളമൊക്കെ വെക്കാൻ മറന്നുകൊണ്ട് തന്നെ ജ്യൂസ് ആദ്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നേരെ ഡയറക്റ്റ് ഫ്രീസറിലോട്ട് അങ്ങോട്ട് വെച്ചാൽ തണുത്ത് സെറ്റ് ആയിക്കോളും നോമ്പറക്കുമ്പോഴേക്ക്. ഇതാണ് ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഫുഡിന് ഇത്ര പ്രാധാന്യമില്ല കേട്ടോ, അതിനേക്കാളും പ്രാധാന്യമാണ് നമുക്ക് ജ്യൂസിന്. ഇന്നിപ്പം ജ്യൂസിന് വാട്ടർമെലനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സപ്പോട്ടയും കൂടെ ഇവിടെ ഉണ്ട്, അപ്പോൾ അതും ജ്യൂസ് അടിക്കണുണ്ട്. ഒരു 3-3:30 ആകുമ്പോഴേക്ക് ഐബുട്ടൻ്റെ എത്താത്ത സ്കൂൾ വിട്ട് വരും. അപ്പോൾ അതുവരെ ആളിൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് ഓരോ കോപ്രായും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വത്തക്ക പീസൊക്കെ കയ്യിൽ കൊടുത്തിട്ട് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ ഇരുന്നോളും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. നല്ല ചൂടായതുകൊണ്ട് തന്നെ പകലുറക്കം ആൾക്ക് വളരെ വളരെ കുറവാണ് കേട്ടോ. എനിവേ, വാട്ടർമെലനൊക്കെ കട്ട് ചെയ്ത സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. ഈ ഒരു ടൈം ആയപ്പോഴേക്ക് നമ്മുടെ നിഷു എത്തിയിട്ടുണ്ട്. പിന്നെ ഐബുട്ടനെ ഞാൻ പറഞ്ഞല്ലോ, അവളങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് മോം എന്നൊക്കെ പറയില്ലേ, അതാണ് നിഷു കേട്ടോ ഐബുട്ടന്. അതായത് ഓന് ഫുഡ് കൊടുക്കലായാലും മേല് കഴുകലായാലും ഉറക്കി കൊടുക്കലായാലും എല്ലാം അവൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തോളും. അൽഹംദുലില്ലാ എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ട്രൈപോഡ് അവിടെ ഇങ്ങനെ കുറച്ച് അകലെ സെറ്റാക്കിയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കണത്. അപ്പോൾ നിഷു അത് കാണുന്നുണ്ട്. നിങ്ങൾ മാത്രം ക്യാമറയിൽ വന്നാൽ പോരാ, ഞാനും വരണം എന്ന് പറഞ്ഞിട്ട് ആൾ ജ്യൂസ് അടിക്കാൻ വന്നതാണ് കേട്ടോ. പക്ഷെ ഓളെക്കൊണ്ട് ഇത് വെക്കാൻ പോലും കഴിയണില്ല. തൽക്കാലം കിച്ചണിൽ നിന്ന് ഞാൻ അങ്ങോട്ട് ആട്ടി വിട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ കിച്ചണിൽ ഞാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഇങ്ങനെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതായത് നമുക്കിങ്ങനെ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര തട്ടിത്തടിച്ചലേക്കാരം. ഇതാവുമ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ ആരോടും മിണ്ടാനും പറയാനൊന്നുമില്ല, നമുക്ക് ചെയ്യാനുള്ളതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യുകയും ചെയ്യും. എനിവേ, ജ്യൂസൊക്കെ ഇത് അവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ച് വാട്ടർമെലൻ ജ്യൂസും പിന്നെ കുറച്ച് ചിക്കു ജ്യൂസുമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുഡിൻ്റെ പരിപാടിയിലോട്ട് ഇനി കിടക്കാൻ പോവുകയാണ്. അതായത് ഇന്നിപ്പം നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ നെയ്ച്ചോറ് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ദെൻ തൊട്ടപ്പുറത്ത് തന്നെ നമ്മളിതാ കറിക്കുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഉള്ളിയും തക്കാളിയും കറിവേപ്പും ജിഞ്ചർ ഗാർലിക്കും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാല പൗഡറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ചിക്കൻ ഓൾറെഡി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുമ്പളങ്ങ പീസ് ഉണ്ടല്ലോ, നാൾ നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു കുമ്പളം പീസ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ്റെ കൂടെ അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടാറ്റോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ കറിക്ക് നല്ല കുറുന്നനെ എന്നൊക്കെയാണ് നമ്മൾ പറയുക, അതായത് നല്ല കട്ടി കിട്ടും. ഇതിപ്പം അത് കിട്ടൂല, ഇതാകെ മൊത്തം വാട്ടറായി പോകും കുമ്പളം ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ കയ്യിൽ കുമ്പളം ഏതായാലും ഓൾറെഡി ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഈ ഒരു സെയിം കറി തന്നെ ഇക്കാരം നമുക്ക് അത്താഴത്തിനും ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അത് വേണേനോ. ഫുഡ് ഉണ്ടാക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം എന്നല്ല മുഴുവനും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന് ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ തോന്നില്ല. പിന്നെ ഇന്ന് കാര്യമായിട്ട് അങ്ങനെ സ്പെഷ്യൽ പറയാൻ വേണ്ടി ഒന്നും ഉണ്ടാക്കണമില്ല. ഐബുട്ടനും നിഷും കൂടെ കൂടിയിട്ട് ഈ ടൈമിൽ ഇതാ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വിത്ത് ദയർ കുഞ്ഞയ്യ. ഒന്നും കൂടെ
ബാങ്കൊക്കെ കൊടുക്കാനായി തുടങ്ങി. അപ്പോഴേക്കും ഇതാ ഫുഡൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സമൂസയും പരിപ്പുവടയൊക്കെ ഇപ്പച്ചി പുറത്ത് പോയി വന്നപ്പോൾ കൊടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേറെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് ഫ്രൂട്ട്സൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തു. അതായത് വാട്ടർമെലനും ഗ്രേപ്സും പിന്നെ നമ്മൾ മുസമ്പി പറയില്ലേ ആ സാധനം ഉണ്ടായിരുന്നേ. ജ്യൂസായിട്ട് വാട്ടർമെലൻ ജ്യൂസും ചിക്കു ജ്യൂസും പിന്നെ നമ്മുടെ മെയിൻ ഫുഡായിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം എന്താ അവിടെ ടേബിളിൽ സെറ്റാക്കി വെച്ചേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 28ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. ഇത്തവണ ഇനി നമുക്ക് 30 നോമ്പ് കിട്ടുമോ അതോ 29 നോമ്പാണോ ഒന്നും അറിയില്ല അല്ലേ. എന്തായാലും നമ്മുടെ പെരുന്നാൾ തലേന്നത്തെ വിശേഷങ്ങളും പെരുന്നാൾ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഷുവറായിട്ടും വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും കമൻറ്റും സബ്ബും ഒക്കെ ചെയ്തേക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.